ഹലോ എല്ലാ കൂട്ടുകാർക്കും ലിയാസ് ഹോംലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല കുറച്ച് കുക്കിംഗ് ടിപ്സുകളാണ്. എല്ലാ വീട്ടമ്മമാരും നല്ല ടേസ്റ്റോടു കൂടിയാണ് നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഫുഡൊക്കെ പാചകം ചെയ്ത് കൊടുക്കാറുള്ളത്. എന്നാൽ ചില സമയത്ത് സമയക്കുറവൊക്കെ മൂലം നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് ചില ഫുഡ് ഐറ്റംസിന് കിട്ടിയെന്ന് വരില്ല. അങ്ങനെ വരുമ്പം ചില കുഞ്ഞു കുഞ്ഞു സൂത്രങ്ങൾ പ്രയോഗിക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണക്കാരായ വീട്ടമ്മമാർ സാധാരണ ദിവസങ്ങളിൽ ഉണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസിൻ്റെയൊക്കെ രുചി കൂട്ടാനും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫുഡ് ഐറ്റംസ് റെഡിയാക്കാനും പറ്റും. അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. എങ്കിൽ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ സാധാരണക്കാരുടെ വീട്ടിലൊക്കെ നമ്മൾ അതിരാവിലെ എഴുന്നേൽക്കുമ്പം അല്പം കട്ടൻ കാപ്പി കുടിക്കുന്ന പതിവുണ്ടാവും. ഈ കട്ടൻ കാപ്പിക്ക് നല്ല ടേസ്റ്റ് കൂട്ടാനായിട്ട് നമ്മൾ നല്ലപോലെ വെള്ളം തിളച്ചതിന് ശേഷം കാപ്പിപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മളിതൊരു കപ്പിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ കട്ടൻ കാപ്പി മറ്റൊരു കപ്പിലേക്ക് ഒഴിച്ചൊന്ന് കുടിച്ച് നോക്കിക്കുക. നല്ലൊരു അടിപൊളി ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ നല്ലൊരു എനർജിയും കിട്ടും. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ, അടിപൊളിയായിരിക്കും. ഇനിയിപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മൾ അരിയൊക്കെ വെള്ളത്തിലിടാൻ മറന്നുപോയെങ്കിൽ നമുക്ക് രാത്രി ഒരു 10 മണിയാകുമ്പോൾ തലേദിവസം ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു അടിപൊളി പാലപ്പം റെസിപ്പിയാണ്. അതിനായിട്ട് വറുത്ത അരിപ്പൊടി ഒരു 2 കപ്പ് മിക്സി ജാറിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്ത് വെക്കുക. ശേഷം 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പികളാണ്. ഇനിയിപ്പം നമ്മൾ ആ മിക്സി ജാർ കഴുകാതെ തന്നെ അതിലേക്ക് 1/2 കപ്പ് ചോറും 1/2 കപ്പ് തേങ്ങ ചെരുകിയതും ചെറിയൊരു മധുരം വേണം ഈ അപ്പത്തിന്. അതിനായിട്ട് 2 ടീസ്പൂൺ പഞ്ചസാരയും ഒരു 1/4 ടീസ്പൂണിൽ താഴെ ഈസ്റ്റും കൂടെ ചേർക്കാം. പിന്നെ നല്ല ടേസ്റ്റ് കൊടുക്കാനായിട്ട് ഒരു ഏലക്കായും കൂടെ ചേർത്ത് അല്പം വെള്ളം കൂടെ ഒഴിച്ച് നല്ലപോലെ അരച്ചെടുത്തിട്ട് വരാം. എന്നിട്ട് നമ്മൾ അരിപ്പൊടി അരച്ച് വെച്ചിട്ടില്ല, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് ഒരു 8 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അതിന് ശേഷം നമുക്ക് പിറ്റേ ദിവസം രാവിലെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് പാലപ്പം റെഡിയാക്കാം. ഇനി നമുക്ക് പാലപ്പത്തിൻ്റെ മാവിലേക്ക് ഉപ്പും ചേർത്ത് ചട്ടി ചൂടായതിന് ശേഷം ഓരോ തവി മാവ് ഇത് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. നല്ല അടിപൊളി പാലപ്പമാണ്. ഈ അപ്പം ആകുമ്പം മറിച്ചിടുകയൊന്നും വേണ്ട. ഇങ്ങനെ മൂടി വെച്ചിട്ട് ഒരു 3-4 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ നമ്മുടെ അപ്പം റെഡിയായി കിട്ടും. കണ്ടോ, നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് അരിപ്പൊടി വെച്ച് നമ്മൾ റെഡിയാക്കിയത്. അപ്പോൾ ഇതുപോലെ സമയമൊക്കെ ഇല്ലാത്തപ്പം അരി വെള്ളത്തിലിടാൻ മറന്നെങ്കിൽ നമുക്കിതുപോലെ ചെയ്യാവുന്നതാണ്. രാവിലെ എളുപ്പം നമുക്ക് റെഡിയാക്കാനും പറ്റും. ഇനിയിപ്പോൾ ഇതിന് പറ്റിയിട്ടുള്ളൊരു ഈസി നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ ഇല്ലേ, അതും കൂടെ റെഡിയാക്കാം. ഈ സ്റ്റൂവിന് ടേസ്റ്റ് കൂട്ടാനായിട്ട് നെയ്യാണ് ഞാൻ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കുക്കറിൽ തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഒരു പാത്രത്തിൻ്റെ ആവശ്യമുള്ളൂ, നമുക്ക് എളുപ്പം റെഡിയാക്കാനും പറ്റും. അപ്പോൾ അതേ നമ്മൾ കുക്കറിലേക്ക് നെയ്യും ചേർത്ത് കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ ഇച്ചിരി ഗ്രാമ്പൂവും നമ്മുടെ ഏലക്കയും കറുവാപ്പട്ടയും തക്കോലും ഇങ്ങനെയുള്ളതെല്ലാം ഇട്ട് കൊടുക്കുക. ഈ ഒരു സ്റ്റൂവിന് ടേസ്റ്റ് കൂട്ടാനായിട്ട് നമ്മൾ നെയ്യാണ് ചേർത്തത്. വെളിച്ചെണ്ണ ചേർക്കുന്നതിലും നല്ലത് നെയ്യ് തന്നെയാണ്. ഇനിയിപ്പം നമുക്കിതിലേക്ക് ഒരു ചെറിയ സവാള കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ പേസ്റ്റോ അല്ലെങ്കിൽ ക്രഷ് ചെയ്തോ എങ്ങനെ വേണേലും ചേർക്കാവുന്നതാണ്. ഇത് ഏകദേശം 1 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കുറച്ചങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പം ഞാൻ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് 2 ചെറിയ ഉരുളക്കിഴങ്ങും ഒരു ചെറിയ ക്യാരറ്റും 5-6 ബീൻസുമാണ്, പിന്നെ 2 പച്ചമുളകും. ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് അതൊന്ന് വഴറ്റി കൊടുക്കാം. നെയ്യിൽ നമ്മൾ ഇതിങ്ങനെ വഴറ്റുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടും. പിന്നെ നമ്മൾ തലേദിവസം പാലപ്പത്തിൻ്റെ മാവൊക്കെ ചെയ്ത് വെക്കത്തില്ലേ, ആ ഒരു സമയത്ത് തന്നെ ഇതുപോലെ 2 കിഴങ്ങും 5-6 ബീൻസും ഒരു ക്യാരറ്റും ഒക്കെ അരിഞ്ഞൊന്ന് വെച്ചാൽ മതി. അപ്പം നമുക്ക് രാവിലെ വളരെ എളുപ്പമാണ്. പിന്നെ നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് ലൂസായിട്ടുള്ള അല്പം തേങ്ങാപ്പാലും കൂടെ ചേർത്താണ് നമ്മളിത് വേവിക്കുന്നത്. കട്ടി തേങ്ങാപ്പാൽ വേണ്ട, ഇപ്പം ലൂസായിട്ടുള്ള തേങ്ങാപ്പാൽ. ഇപ്പം നമ്മൾ ഒറിജിനൽ തേങ്ങയുടെ ആ ഒരു പാലെടുക്കണമെന്നില്ല. തേങ്ങാപ്പാൽ പൊടി ഇപ്പം വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതൊരു പാക്കറ്റ് വാങ്ങിച്ച് നമ്മളങ്ങ് സ്ഥിരം വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ കറികളൊക്കെ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഈ തേങ്ങാപ്പാൽ ലൂസായിട്ടുള്ളത് ചേർത്തിട്ട് ഒരു 3 വിസിലടിച്ചു. അതിന് ശേഷം അതിൻ്റെ ആ ഒരു പ്രഷറൊക്കെ പോയിട്ട് നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ, നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് അല്പം ഗരം മസാലയാണ് ഞാൻ ചേർക്കുന്നത്. അതിനുശേഷം കട്ടി തേങ്ങാപ്പാൽ 1 കപ്പ് ഒഴിച്ചു കൊടുക്കാം. നമ്മളിതുപോലെ ചെറിയൊരു പാക്കറ്റ് തേങ്ങാപ്പാൽ പൊടി വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യ സമയത്തൊക്കെ രാവിലെയൊക്കെ ഒരു കറിയൊക്കെ റെഡിയാക്കണമെങ്കിൽ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കണമെന്നല്ല, നമുക്ക് സമയമൊക്കെ ഉണ്ട് തേങ്ങയൊക്കെ ചിരണ്ടി പാലൊക്കെ എടുക്കാൻ, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കിത് ഉപയോഗിക്കേണ്ട, അതവിടെ ഇരുന്നോളുമല്ലോ. ചെറിയൊരു പാക്കറ്റ് എപ്പോഴും ഇതിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. അതിനുശേഷം ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു സ്റ്റൂവിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കാനായിട്ട് ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർക്കാം. അപ്പോൾ ചെറിയൊരു പുളി വരും, അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ സ്റ്റൂവിന്. അപ്പോൾ ഇതുപോലെ വിനാഗിരി ചേർത്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അടിപൊളി സ്റ്റൂവാണ്. അപ്പോൾ പാലപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണിത്. അപ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ട് കൈപ്പൊട്ടുമില്ലാത്ത പാവയ്ക്കാത്തിയിൽ എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. പാവയ്ക്കയുടെ ഗുണമൊക്കെ എല്ലാവർക്കും അറിയാം, പക്ഷേ അതിൻ്റെ കയ്പ് കൊണ്ട് കുട്ടികളൊക്കെ ആണെങ്കിലും കഴിക്കാൻ മടിക്കും.
അപ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികളും കഴിച്ചോളും. അതിനായിട്ട് നമ്മൾ പാവയ്ക്ക നല്ലപോലെ കഴുകി നീളത്തിൽ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ ഒരു 3-4 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് കളർ ചേഞ്ച് ഒന്നും വേണ്ട. അത് ഇതുപോലത്തെ ഒരു കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നമ്മൾ സാധാരണ വേവിച്ചിട്ട് പാവയ്ക്ക തീയിൽ വെക്കുന്നതിലും നല്ലത് ഇതുപോലെ എണ്ണയിൽ ഒരു 3-4 മിനിറ്റ് ഒന്ന് വഴറ്റി ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ട് തീയിൽ വെക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ നമുക്കിനി ഈ എണ്ണ കളയണ്ട. നമുക്ക് ഈ എണ്ണയിൽ തന്നെ നമുക്ക് തേങ്ങ വറക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ തേങ്ങ നമ്മൾ തീയൽ കറിക്കൊക്കെ വറക്കുമ്പോഴത്തേക്കും ഇതുപോലത്തെ നോൺ സ്റ്റിക്ക് പാനിൽ നമ്മൾ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആയി കിട്ടും. ഒരു 4-5 മിനിറ്റ് കൊണ്ട് അടിക്കൊന്നും പിടിക്കാതെ നമുക്ക് പെട്ടെന്ന് തേങ്ങ വറുത്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി മുതൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് സമയം ഒരുപാട് ലാഭിക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള തീയൽ കറികളും അതുപോലെ തന്നെ വറുത്തര കറികളൊക്കെ കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ തേങ്ങയിലേക്ക് ചേർത്തിരിക്കുന്നത് കുറച്ച് ചുവന്നുള്ളിയും കറിവേപ്പിലയും ഒക്കെയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു പാകമായി കഴിയുമ്പോഴത്തേക്കും പൊടികളും ഒക്കെ ചേർത്തിട്ട് നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ട് നന്നായിട്ട് തണുത്തിട്ട് അരച്ചെടുത്തിട്ടുള്ള തീയൽ കറി നല്ല അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കണേ. ഇനിയിപ്പോൾ അടുത്ത നല്ലൊരു ടിപ്പ്, നമ്മുടെ കയ്യിൽ ഗോതമ്പ് പൊടിയൊക്കെ കുറവാണെങ്കിൽ നമുക്ക് ദോശ ഉണ്ടാക്കണമെങ്കിൽ പെട്ടെന്നുള്ള ദോശയാണ്. അപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടി ഉള്ളായിരുന്നു എൻ്റെ കയ്യിൽ. അതിലേക്ക് ഞാൻ റാഗി പൊടിയും കൂടി ഒരു കപ്പ് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഉപ്പും വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ദോശക്കല്ലിൽ നെയ്യൊക്കെ തൂത്ത് നല്ല അടിപൊളി നമ്മുടെ ദോശ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് ഒരു കപ്പ് റാഗിപ്പൊടിയും കൂടെ ചേർത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ദോശ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ റാഗി തന്നെ കഴിക്കാൻ മടിയുള്ളവർക്കും നമുക്ക് ഈ ഒരു രീതി ട്രൈ ചെയ്യാം. ഏകദേശം 1:1 എന്ന കണക്കിൽ നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് ഒരു കപ്പ് റാഗിപ്പൊടി എടുത്താൽ ഇങ്ങനെ ചെയ്താൽ എല്ലാവർക്കും കഴിക്കാനും പറ്റും. ഇനി നമ്മൾ മലയാളികൾക്ക് തേങ്ങാ ചമ്മന്തി ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. നല്ല ടേസ്റ്റോടുകൂടി എങ്ങനെ നമുക്കൊരു തേങ്ങാ ചമ്മന്തി റെഡിയാക്കാൻ നോക്കാം. വെറുതെ പച്ചയ്ക്ക് അരയ്ക്കുന്നതിലും നല്ലത് ഇതുപോലെയാണ്. ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും 4-5 ചുവന്നുള്ളിയും ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് വഴറ്റാം. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ചമ്മന്തിക്ക് ചെറിയൊരു പുളി വേണമല്ലോ. അതിനായിട്ട് നമുക്ക് ഒരുപാട് പുളി വേണ്ട, ഏകദേശം ഇത്രയും കണക്കിൽ കുറച്ച് വാളംപുളിയും കൂടെ ചേർത്ത് അതും 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് കോരി മാറ്റാം. ഇനി നമുക്ക് ഈ ചീനച്ചട്ടി കഴുകൊന്നും വേണ്ട. നമുക്ക് എന്തെങ്കിലും തോരൻ കറിയൊക്കെ റെഡിയാക്കണമെങ്കിൽ മെഴുക്കുവരട്ടിയൊക്കെ റെഡിയാക്കണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഈ ചട്ടിയിൽ തന്നെ റെഡിയാക്കാം. ഇനി ഒരു കപ്പ് തേങ്ങ നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് തേങ്ങയ്ക്കുള്ള അളവാണ് നമ്മൾ ഇത്രയും ഉള്ളിയും മുളകും ഇഞ്ചിയും കറിവേപ്പിലയും പുളിയും ഒക്കെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചെറിയൊരു കളറും കൂടെ വേണമെങ്കിൽ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ കാശ്മീരി മുളക് പൊടി ഇല്ലേ, അതും ചേർത്ത് പാകത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ഇനി നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കരുത്. വെള്ളമൊന്നും ചേർക്കാതെ നല്ലപോലെ പൾസ് ചെയ്ത് അങ്ങ് എടുത്താൽ മതി. നമ്മുടെ ഈ അരകല്ലിലൊക്കെ വെച്ച് അരയ്ക്കത്തില്ലേ, അതേപോലെ പഴയ രീതിയിലൊക്കെ അരച്ചെടുക്കുന്ന അതേ രീതിയിൽ നാടൻ തേങ്ങാച്ചമ്മന്തി നമുക്ക് അടിപൊളിയായിട്ട് അരച്ചെടുക്കാനായിട്ട് പറ്റും. ഈ രീതിയിൽ നല്ല ടേസ്റ്റുമാണ്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് ഇങ്ങനെ ഒരു ബൗളിലിട്ട് ഇങ്ങനെ നമ്മൾ സ്പൂൺ വെച്ച് റൗണ്ട് ചെയ്താൽ ആ ഉരുട്ടിയെടുക്കുന്ന അതേ ഷേപ്പിലും കിട്ടും. ഇനി നമ്മൾ സാധാരണക്കാരുടെ വീട്ടിൽ എപ്പോഴും തന്നെ ഉണ്ടാക്കാറുള്ള ഒരു കറിയാണ് സാമ്പാർ. ഈ സാമ്പാറിന് ടേസ്റ്റ് കൂട്ടാനായിട്ട് നമ്മൾ ചീനച്ചട്ടിയിൽ നല്ലപോലെ ചൂടായിട്ട് നെയ്യ് ഒഴിച്ച് കടുക് പൊട്ടിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള സാമ്പാർ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അതായത് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ച് നമ്മൾ കറി തയ്യാറാക്കുന്നതിലും ടേസ്റ്റ് സാമ്പാറിന് നെയ്യ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഇഡലിക്കും ദോശയ്ക്കും ചോറിനും ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ഇനി അടുത്ത ടിപ്പ്, നമ്മൾ പെട്ടെന്നൊക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു പായസമായിട്ടാണ് നമ്മൾ സേമിയ പായസത്തിനെ പറയുന്നത്. ഈ സേമിയ പായസത്തിൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ട് നമ്മൾ ഇതുപോലെ പായസം തയ്യാറാക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കാഷ്യും കിസ്മിസും ഒക്കെ നെയ്യിൽ ഫ്രൈ ചെയ്തിട്ടു. അതും കഴിഞ്ഞിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അടുക്കി പിടിക്കാതെ. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഇതിൻ്റെ ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഉപ്പുപൊടി ചേർത്തിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് പായസം തയ്യാറാക്കുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ, നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ നമ്മളിതിലേക്ക് ലാസ്റ്റായിട്ട് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് പായസത്തിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. ഇങ്ങനെ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മളിതൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കണം. ഇങ്ങനെ മൂടി വയ്ക്കുമ്പോൾ ആ ഒരു ഫ്ലേവർ ഒന്നും നഷ്ടപ്പെടാതിരിക്കും. ഇനി 5 മിനിറ്റിന് ശേഷം തുറന്നിട്ട് നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ലാസ്റ്റായിട്ട് ചേർക്കണം. അപ്പോഴാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സേമിയ പായസം നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇനി മുതൽ ഈ രീതിയിൽ തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പായസം നമുക്ക് റെഡിയാക്കാൻ പറ്റും. കുട്ടികൾക്കും എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സാധാരണക്കാർ നമ്മൾ സ്ഥിരമായിട്ടുണ്ടാക്കുന്ന കുറച്ച് ഭക്ഷണങ്ങളുടെയൊക്കെ ടേസ്റ്റ് കൂട്ടാനും സമയം ലാഭിക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള ഈ ടിപ്സുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിക്കുന്നു.
ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ എന്നും പറയുന്ന പോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും സന്തോഷത്തോടെയും സേഫായിട്ടും ഒക്കെ ഇരിക്കണേ. ബൈ.